ലിതിയ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കണവ വെച്ച് ഒരു തോരൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനാവശ്യമായ സാധനം ഇത് കണവ കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെറിയ ഉള്ളി ചതച്ചു, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, തേങ്ങ. അപ്പോൾ നമുക്ക് ഒരു തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കണവ കഴുകി വെച്ചിരിക്കുന്നു, ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലോട്ട് ഇട്ടിട്ട് അത് മിക്സ് ചെയ്യുവാണേ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ കണവ ഇങ്ങനെ എടുത്ത് അതിനകത്ത് നമ്മുടെ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങാക്കൊത്ത് അതെല്ലാം നമ്മൾ അതിനകത്തോട്ട് ചേർത്ത് അത് കഴിഞ്ഞ് ഒരു കുറച്ച് കറിവേപ്പില, നമ്മുടെ കോക്കനട്ട് ഓയിൽ വളരെ കുറച്ച് അതിനകത്ത് നമ്മളെന്താണ് കുറച്ച് ഉപ്പ്, ലേശം മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ നമ്മുടെ വേണമെങ്കിൽ ഒരു 1.5 സ്പൂൺ ചേർക്കാം, 1.5 സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലി, നമ്മളെ ഉലുവ പൊടിച്ചത് ഒരു നുള്ള്, കുരുമുളക് പൊടി 1 സ്പൂൺ, കായപ്പൊടി ആവശ്യത്തിന്, മസാല ഒരു ചെറിയ സ്പൂൺ, അപ്പോൾ കുറച്ച് തേങ്ങ, അപ്പോൾ നമ്മൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്യും. നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചേർത്തത്? വെളിച്ചെണ്ണ, ഉപ്പ്, മല്ലിപ്പൊടി 1/2 സ്പൂൺ, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്തു നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ ചട്ടി ഇങ്ങനെ അടുപ്പത്ത് വെച്ചു. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് വറുക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ നാടൻ വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ അതൊന്ന് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു ചെറിയ സ്പൂൺ കടുക്, ശകലം ഉലുവ, 2 വറ്റൽമുളക്, നമ്മളെ കരിയപ്പനാണ്. അപ്പോൾ നമ്മൾ കടുക് വറുത്തതിൽ നമ്മുടെ
കണവ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന കണവ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് നമ്മളതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ലപോലെ ആ എണ്ണ എല്ലായിടും ഒന്ന് പിടിക്കണം. അത് നല്ലപോലെ മിക്സ് ചെയ്ത് അപ്പോൾ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ നല്ലൊരു അടപ്പ് വിട്ട് ഇതങ്ങ് അടച്ച് വയ്ക്കുക. ചെറിയ തീയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു അടപ്പ് കൊണ്ട് അടയ്ക്കുക. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതേ ഇവിടെ നമ്മളെ കിങ് ഫിഷിൻ്റെ ഫ്രൈ റെഡിയാവുന്നുണ്ട്. ഇതേ കണ്ടോ, അത് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പോൾ നമ്മൾ കുറേ സമയമായി ഇത് അടച്ചു വെച്ചു. അപ്പോൾ നമുക്ക് നോക്കാം എന്തായെന്ന് നോക്കാം കേട്ടോ. അതെ ഒന്ന് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കി വയ്ക്കാം. കാരണം നമ്മൾ ഇളക്കിയില്ലെങ്കിലുണ്ടല്ലോ അത് കരി പിടിക്കും, ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നല്ല ചൂടായിട്ടുണ്ട് നമ്മുടെ കണവ. അപ്പോൾ അതിലേക്ക് നമ്മൾ നമ്മുടെ കുടംപുളി ഒരു 2-3 പീസ് അത് നല്ലപോലെ ഒന്ന് ഇളക്കി നമ്മൾ വീണ്ടും ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പം നമ്മുടെ നല്ല സ്വാദുള്ള കണവത്തോരൻ റെഡി. താങ്ക് യു.